സംസ്ഥാന ബഡ്ജറ്റിൽ ചേർത്തല മണ്ഡലത്തിലും നിരവധി വികസന പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തിയാക്കും. ചേർത്തലയുടെ വികസനത്തിന് ആക്കം കൂട്ടുന്ന പദ്ധതികളാണ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ചേർത്തല MLA കൂടിയായ കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. ചേർത്തല പൂത്തോട്ട നെടുമ്പ്രക്കാട് റോഡിന്റെ പുനരുദ്ധാരണത്തിന് 3.5 കോടി രൂപ മാറ്റിവെച്ചു. വയലാർ വളതല കാവിൽ വളമംഗലം റോഡ് പുനർനിർമ്മാണത്തിന് 2 കോടി രൂപ. ചേർത്തല കഞ്ഞിക്കുഴി കൂറ്റുവേലി ജംഗ്ഷൻ കളത്തുവീട് ജംഗ്ഷൻ വനസ്വർഗം ജംഗ്ഷൻ റോഡ് പുനരുദ്ധാരണത്തിന് 4.5 കോടി രൂപ മാറ്റിവെച്ചു. ചേർത്തല ഒറ്റപ്പിണ്ട കുറുപ്പംകുളങ്ങര ജംഗ്ഷൻ റോഡ് പുനർനിർമ്മാണത്തിന് 2 കോടി രൂപ. ചേർത്തല സെന്റ് മേരീസ് പാലം മുതൽ ആഞ്ഞിലിപ്പാലം വരെയുള്ള എസ് കനാലിന് പടിഞ്ഞാറ് വശം റോഡിന് 3 കോടി രൂപ മാറ്റിവെച്ചു. പട്ടണക്കാട് പുതിയകാവ് കോനാട്ടുശ്ശേരി റോഡിന്റെ പുനർനിർമ്മാണത്തിന് 1.5 കോടി രൂപ. പട്ടണക്കാട് പുതിയകാവ് കോനാട്ടുശ്ശേരി റോഡ് പുനർനിർമ്മാണത്തിന് 1.5 കോടി. ചേർത്തല തെക്കേത്തെരുവ് തിരുവിഴ കിഴക്കേനട റോഡ് ചേർത്തല പോലീസ് സ്റ്റേഷൻ മുതൽ തിരുവിഴ സ്കൂൾ വരെ പുനർനിർമ്മാണത്തിന് 6.7 കോടി രൂപ. പട്ടണക്കാട് കോനാട്ടുശ്ശേരി ഗവൺമെന്റ് LPSന് കെട്ടിട നിർമ്മാണത്തിന് 2 കോടി രൂപ അനുവദിച്ചു. ചേർത്തല വയലാർ കളവങ്കോടം ശക്തീശ്വരം ക്ഷേത്രത്തിൽ ആർട്ട് ഗാലറിയും ഹാളും നിർമ്മാണത്തിന് 1 കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചേർത്തല മണ്ഡലത്തിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുക അനുവദിച്ചിട്ടുണ്ടെന്ന് പി പ്രസാദ് പറഞ്ഞു.